ഗൈസ് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർ മോസ്റ്റ് ആയി ഫോക്കസ് ചെയ്യുന്നത് ക്യാമറ ക്വാളിറ്റിയിലാണ്. പക്ഷെ ഹോണസ്റ്റ്ലി ഓഡിയൻസ് ആദ്യം നോട്ടീസ് ചെയ്യുന്നത് സൗണ്ട് ക്വാളിറ്റിയാണ്. വീഡിയോ ആവറേജ് ആയാലും ആൾക്കാർ കാണും, പക്ഷെ ഓഡിയോ ക്വാളിറ്റി ലോ ആണെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്യും. സോ ബഡ്ജറ്റിൽ മൈക്ക് വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. സോ ഇതാണ് ബോയ BY-M1 മൈക്ക്. ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ആൻഡ് ഹോണസ്റ്റ്ലി ബഡ്ജറ്റിൽ ഒരു വയർലെസ് മൈക്ക് വാങ്ങുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഈ ഒരു വയർഡ് മൈക്ക്. എന്തുകൊണ്ട് പ്രാക്ടിക്കൽ ആൻഡ് വർത്ത് ആണ് ഈ ഒരു മൈക്ക്. എസ്പെഷ്യലി ന്യൂ ക്രിയേറ്റേഴ്സിന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ജെന്യുവൻലി പ്രൊഫഷണൽ ക്വാളിറ്റി തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഞാൻ മാത്രം പറയുന്നതല്ല, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും 1 lakh plus റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ആൻഡ് ഹോണസ്റ്റ്ലി 1 lakh plus റിവ്യൂ ഉണ്ടായിട്ടും 4 star റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. സോ ടെസ്റ്റിന്റെ കാര്യത്തിൽ നോ ഡൗട്ട്. ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി അൺബോക്സ് ചെയ്യാം. സോ ഇതിനോടൊരു പൗച്ച് കിട്ടുന്നുണ്ട് ഗൈസ്. ഈ പൗച്ചിനകത്താണ് നമ്മുടെ മൈക്ക് വരുന്നത്. ഇതാണ് മൈക്ക്. ഏകദേശം 6 മീറ്റർ നീളം വരുന്നുണ്ട് ഇതിന് വയറിന്. ഒരു സ്മോൾ ബാറ്ററി മെയിൻലി ക്യാമറയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ഫോണിലും ക്യാമറയിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കോളർ ക്ലിപ്പും ഒരു പൗച്ചും കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ 2 വർഷത്തെ വാറന്റിയും കൂടി കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു വാറന്റി കാർഡും കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഞാൻ ഈ മൈക്ക് വാങ്ങാനുള്ള കാരണം ഗൈസ് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ iPhone 17 റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ക്യാമറയിൽ നിന്നും കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ വോയിസ് അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. ഐഫോണിന്റെ ഇൻബിൽഡ് മൈക്ക് വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. സോ വോളിയം നന്നായി കുറവായതുകൊണ്ട് ഞാൻ എഡിറ്റിംഗ് ആപ്പ് വഴിയാണ് ഫിക്സ് ചെയ്തത്. അതായത് കുറച്ച് വോളിയം കൂട്ടും. സോ നേരം വോയിസിന്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറയും ഗൈസ്. എന്തൊക്കെയോ പോലെ ഒരു രസമില്ലാത്ത രീതിയിലാവും. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ഞാൻ ഈ ഒരു മൈക്ക് വേറെ ഫോണിൽ കണക്ട് ചെയ്ത് അത് വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ വോയിസ് എഡിറ്റിംഗിലൂടെ സിൻസ് ചെയ്യാണ് ചെയ്യല്. ഇനി നമുക്ക് നേരെ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റിയിലേക്ക് പോകാം. സോ ഞാൻ കണക്ട് ചെയ്യട്ടെ. 3.5 ഓഡിയോ ജാക്കാണ് ഇതിന് വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, സാധനം കണക്ട് ആയിട്ടുണ്ട്. ഞാൻ മൈക്ക് ഫിക്സ് ചെയ്യാം. ഇത് കാണാതിരിക്കാൻ വേണ്ടി ഷർട്ടിന്റെ ഉള്ളിൽ വേണ്ടിയാണ് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് ഓക്കെ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, റെക്കോർഡ് ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് ബോയ BY-M1 എന്ന് പറയുന്ന ഈ ഒരു മൈക്കിന്റെ ക്വാളിറ്റിയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു നല്ല അടിപൊളി ഹൈ ക്വാളിറ്റി പ്രൊഫഷണൽ ലെവൽ ക്വാളിറ്റി ഉള്ള ഒരു മൈക്കാണ്. ക്വാളിറ്റിയിൽ എന്തായാലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെന്ന് ഉറപ്പായിരിക്കും. ഞാനിത് മുമ്പ് ട്രൈ ചെയ്തതാണ്. റിയലി ഗൈസ് ഐ എം ഇംപ്രസ്ഡ്. ഹോണസ്റ്റ്ലി 900 rupees അങ്ങാണ്ടാണ് ഇതിന് റേറ്റ് വരുന്നത്. ആ ഒരു റേറ്റിൽ ഗൈസ് സീരിയസ്ലി ഇറ്റ്സ് അമേസിംഗ്. ഒരു ബിഗിനർ കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു സൂട്ട് ആവും. അതേപോലെ തന്നെ ഈ ഒരു മൈക്കിന് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും വർത്താണ് ഗൈസ്. സോ ഇതിന്റെ ക്വാളിറ്റി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അതേപോലെ തന്നെ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ വേണ്ട പോയി വാങ്ങാം. അതേപോലെ തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. സോ ബൈ.